ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഉമ്മ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയേക്കാമെന്ന്. രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഉമ്മാനോട് പറയുന്നു പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ കൊതിയാവുന്നെന്ന്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് എന്തായാലും പത്തിരി ഉണ്ടാക്കൽ ഒറ്റക്ക് നടക്കത്തില്ല. കാരണം ഉമ്മാക്ക് ഈ പറഞ്ഞ പോലെ കാലുവേദനയും നടുവേദനയൊക്കെ ഉള്ളതാണ്. പിന്നെ എൻ്റെ കാലിൻ്റെ അവസ്ഥ വെച്ച് എനിക്ക് ഒരുപാട് നേരം നിൽക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. കുറച്ച് നേരം നിന്നാൽ തന്നെ കാല് വന്നങ്ങ് നീര് ഫുള്ളാകും. പിന്നെ എനിക്ക് എൻ്റെ ജീവൻ പോണ വേദനയായിരിക്കും. കാല് നിലത്ത് കുത്താനേ പറ്റത്തില്ല കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്തിരി ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞായിരുന്നു, നിൻ്റെ ഉമ്മ വരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, അതാകുമ്പോൾ എൻ്റെ ഉമ്മയും കൂടെ സഹായിക്കുമല്ലോ. അങ്ങനെ രാവിലെ തന്നെ പൊടി കുഴക്കലും ഉരുട്ടലും പരത്തലും ഒക്കെ അതേ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ അവിടെ ചിക്കൻ കറിക്കുള്ള സബോളയും സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പരത്തുന്ന സമയത്ത് ഞാൻ ഓർത്തെന്നാൽ കുറച്ച് ചുട്ടെടുക്കാമെന്ന്, അതാകുമ്പം എളുപ്പമാകുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എണീറ്റ് വരുമ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ നിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴാട്ടോ കാലിന് ഈ പ്രശ്നം വരുന്നത്. എൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിപ്പോൾ ആരോടൊക്കെ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം അത്രക്കും വേദനയാണ് കേട്ടോ എനിക്ക് കാലിന്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു പണികളും ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ തന്നെ ആ വേദന അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് ചുടാന്നോർത്ത്. പിന്നെ ഇവിടുത്തെ ഉമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, എന്തെങ്കിലും കഴിക്കാൻ കൊതിയായിട്ട് അത് കിട്ടിയില്ലെങ്കിൽ കാലിലെ നീര് മാറത്തില്ല, നീര് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന്. അപ്പം നീ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ച് നോക്കുന്നതിന് നീര് മാറുവാണെങ്കിൽ മാറട്ടെ എന്നൊക്കെ. പിന്നെ ഇവിടുത്തെ ഉമ്മ എൻ്റെ ഉമ്മ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ ഉമ്മക്ക് സത്യം പറഞ്ഞാൽ ഈ പത്തിരി ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. കൂടെ നിന്ന് സഹായിച്ച് തരും ആൾ, അറിയത്തില്ലെങ്കിലും. പക്ഷെ ഇങ്ങനെ പ്രോപ്പറായിട്ട് നല്ലപോലെ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു പത്തിരി ഫാനായത്. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു തുടങ്ങിയത്. ഇവിടെ എന്തൊരു പരിപാടിക്ക് അങ്ങോട്ട് തിരിഞ്ഞാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ ഇതായിരിക്കും, സൽക്കാരങ്ങൾക്കും വിരുന്നിനും ഒക്കെ. എൻ്റെ ചുടൽ കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയും ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിലൊന്നും ചുട്ടെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഓരോന്നും ചുട്ട് കഴിയുമ്പോഴത്തേക്കും ആ പാത്രത്തിലാകുന്ന പൊടിയില്ല, അത് തൂത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അടുത്തത് ഇടുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ പത്തിരിയൊക്കെ ഭയങ്കര പാടാണ് ഉണ്ടാക്കാനെന്നാണ്. ഇത് പൊടി കുഴച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വന്നാലല്ലേ നമുക്ക് സാധനം റെഡി ആവത്തുള്ളൂ. പക്ഷേ എൻ്റെ നാത്തൂനില്ലേ ചെറിയത്, എന്താ പൂ പറിക്കുന്ന പോലെ കേട്ടോ പത്തിരി ഉണ്ടാക്കുന്ന ആൾക്കൊരു റിസ്ക്കും ഇല്ല. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. എപ്പോഴും ഞാൻ ആലോചിക്കും അവിടെ നിൽക്കാൻ പോകുമ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണമെന്ന്. കാരണം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നവരുടെ കൂടെ നിന്ന് പഠിക്കുമ്പോൾ നമുക്കും അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഇത് പരത്തി കഴിഞ്ഞിട്ട് ഞാൻ ചുടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ചിക്കൻ കറി വെക്കണമല്ലോ, അതിൻ്റെ പരിപാടിയാണ് ഇവർ രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ തേങ്ങ ചിരണ്ടെന്ന്, ഒരാൾ ചിക്കനുള്ള മസാല ഉണ്ടാക്കുന്നു, വറുക്കുന്നു, അപ്പുറത്ത് എനിക്ക് വേണ്ടി പാല് കാച്ചുന്നു. അങ്ങനെ പല പല പരിപാടികളും നടന്ന് ഫൈനലി നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങില്ലാത്തൊരു പരിപാടി ആലോചിക്കാൻ തന്നെ വയ്യല്ലോ. അതുകൊണ്ട് ആവശ്യത്തിലേറെ കിഴങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ചിക്കൻ്റെ പീസ് കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ആവശ്യത്തിലേറെ ഞാൻ കിഴങ്ങ് വാരിയിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിക്കറിയിലെ കിഴങ്ങുമായിട്ട് കഴിക്കാൻ. ഇനിയിപ്പോൾ പീസ് കിട്ടിയില്ലെങ്കിൽ യാതൊരുവിധ പരാതിയില്ല, എനിക്ക് ആ കിഴങ്ങ് മാത്രം കിട്ടിയാൽ മതി. ഞാൻ കിഴങ്ങ് എടുക്കുന്നവരോട് പറയും കിഴങ്ങ് എടുക്കണ്ട, നിങ്ങൾ ഇറച്ചി എടുത്ത് കഴിച്ചോ, കിഴങ്ങ് എനിക്കുള്ളതാന്ന് പറഞ്ഞ് എടുക്കുന്നവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കത്തില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷിനാജുമായിട്ടിരുന്ന് കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ എഴുന്നേക്കും, ഷിനാജ് എണീറ്റ് വരുമ്പോഴത്തേക്കും എൻ്റെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിച്ചത്. ഞാനും ഷിനാജും എൻ്റെ ഉമ്മായും പിന്നെ ഇവിടുത്തെ ഉമ്മായും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാനുള്ള ആ പൂതി അങ്ങ് മാറിക്കിട്ടി. ഈ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ചിക്കൻ കറി വെച്ച്. ഉമ്മ വെക്കുന്ന തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഉച്ചക്കത്തേക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കുക്കറിൽ പരിപ്പ്. ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കും. നാളെ എൻ്റെ മമ്മി പോകും, ഇപ്പോൾ കൊടുത്തുവിടാനുള്ള ഉണ്ണിയപ്പം. ഉമ്മ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, നാളെ കഴിഞ്ഞാൽ പിന്നെ ഇന്നുമ്മ പോകുമല്ലേ. അതായത് എൻ്റെ ഉമ്മാനെ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇന്നുമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ചിക്കൻ കറിക്കും നെയ്ച്ചോറിനൊക്കെ ഉള്ള സാധനങ്ങൾ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ഉമ്മാനെ നെയ്ച്ചോറ് വെക്കാൻ ഏൽപ്പിച്ച് ഇവിടുത്തെ ഉമ്മാനെ. എൻ്റെ ഉമ്മാനോട് പരിപ്പ് കറി ഉണ്ടാക്കാനും പറഞ്ഞു, പരിപ്പ് കറിയും സലാഡും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്ത്. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. വേണമെങ്കിൽ ചെറിയുള്ളിയും കൂടെ ഒരു 3-4 കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ എന്തോ അതിൻ്റെ കാര്യം തന്നെ മറന്നു. ഇതിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഓർക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മല്ലിയിലയുടെ ഫ്ലേവർ വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അത് നിങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം വേറെ എവിടെയും പോയി സൗണ്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല.
നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. ഈ സൗണ്ട് കൊടുക്കുന്ന പ്രശ്നം കൊണ്ടാണ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നത്. ഒരാഴ്ച എടുക്കുന്നുണ്ട് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കാശ്മീർ ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ ചിക്കൻ പൊരിച്ചതിൽ മറ്റേ ഫുഡ് കളർ ആഡ് ചെയ്യാറുണ്ടല്ലോ, അത് വേണ്ട. ഇതിട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല കളറുണ്ടാവും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. കല്യാണത്തിന് മുമ്പ് ഇവിടെ കാശ്മീർ ചില്ലിയൊന്നും അങ്ങനെ ഉമ്മ യൂസ് ചെയ്യത്തില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ കാശ്മീർ ചില്ലി ഇവിടെ വാങ്ങി തുടങ്ങിയത്. എനിക്ക് എന്ത് കുക്ക് ചെയ്യുമ്പോഴും കാശ്മീർ ചില്ലി മസ്റ്റാണ്. ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ പൊരിക്കുമ്പോൾ സാധാരണ കോൺഫ്ലവർ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെന്തോ കോൺഫ്ലവർ ചേർക്കുന്നതിനോട് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊരിക്കുമ്പം കോൺഫ്ലവറും മുട്ടയൊന്നും ഞാൻ ചേർക്കാറില്ല. എനിക്കിങ്ങനെ ഈ പൊടികൾ മാത്രം ഇട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ അരച്ച പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സാധാരണ അങ്ങനെ ഇടാറില്ല, പക്ഷേ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ഇട്ട് കൊടുത്തതാണ്. കാരണം എനിക്ക് ഷിനാജിനും എന്ത് ഫുഡാണെങ്കിലും നല്ല എരിവോടെ കഴിക്കാനാണ് ഇഷ്ടം. അത് മുമ്പേ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം എരിവിനോട് കുറച്ചുകൂടി ഇഷ്ടം കൂടി കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഓവർ എരിവ് കഴിക്കരുതെന്ന്. ഞാൻ എന്നാലും ഒരു കൺട്രോൾ ഇട്ടിട്ടാണ് കഴിക്കാറ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എരിവില്ലാതെ ചോറ് അങ്ങോട്ട് തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. പിന്നെ ഞാൻ 1-2 ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ വന്ന് കഴിഞ്ഞിട്ടുള്ള ഷോർട്സ് ഇട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ കൊതിയാണ്, എൻ്റെ ഉമ്മാൻ്റെ ഫുഡിന് കുറേ കിട്ടും എനിക്ക്. അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുമ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്, എന്താ നിങ്ങളുടെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ലേ, അമ്മായിമ്മ ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരും ഉണ്ടാക്കുന്നതിനെ കുറ്റം പറഞ്ഞതല്ല. അവിടെ ഞാൻ ഉമ്മ ഉണ്ടാക്കുന്ന കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ 2 ജില്ലകളാണ്, അതും നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ആലപ്പുഴയും പാലക്കാടുമാണ്. അപ്പോൾ 2 ടേസ്റ്റ് വ്യത്യാസമാണ്. ഞാൻ അവിടുത്തത് കഴിച്ച് ശീലിച്ച് വളർന്ന ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫുഡ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ നോൺ വെജ് ഐറ്റംസ് ആണ് എനിക്കിഷ്ടം. വെജ് ഐറ്റംസ് ഒന്നും ആരും ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര പിടിക്കാറില്ല. ഞങ്ങളുടെ അവിടുത്തെ അത്ര ടേസ്റ്റ് തോന്നാറില്ല. പിന്നെ ഇപ്പോൾ ഒന്നാമത് ഞാൻ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഫുഡിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യവും കഴിക്കാൻ ആഗ്രഹവും. സെയിം സാധനം ഞാൻ ഉണ്ടാക്കി ഒരിക്കലും ആ ടേസ്റ്റിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവിടെയാണെങ്കിലും കൂടുതലും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഉമ്മ അങ്ങനെ കുക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും നല്ല ടേസ്റ്റോടെയും തൃപ്തിയോടെയും കഴിക്കണം കേട്ടോ, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ തന്നെയാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. ഉമ്മ ബീഫ് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ വെക്കും. പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തേലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിക്കനിൽ മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ വെച്ചേട്ടാ, കാരണം ആ മസാല ഒന്ന് പിടിച്ച് വരുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഉമ്മ അത് അവിടെ പരിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്, ചോറും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കറിയും കൂടെ ആയാൽ മതി. ഒരിടക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഗ്യാസിൻ്റെ ഷോർട്ടേജ്. അപ്പോൾ പോലും ഞങ്ങൾക്ക് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് കുറേ ആയി, ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ ഉമ്മാക്കും എനിക്കും ചെറിയൊരു ഉൾഭയം, പെട്ടെന്നെങ്ങാനും ഗ്യാസ് തീർന്നാൽ പെട്ടുപോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഉമ്മ വേഗം തന്നെ അടുപ്പ് കത്തിച്ച് തന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ അതിൽ ചിക്കൻ പൊരിച്ചെടുത്തോളാം, അതിൽ തന്നെ കറിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സിങ്ക് ഫുള്ളായി. അപ്പം ഉമ്മ അവിടെ മുറ്റടിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ അവിടെ നിന്ന് പാത്രവും കഴുകുന്നുണ്ട്. അടുപ്പിൽ പിന്നെ നല്ലോണം കത്തുവാണെങ്കിൽ സാധനങ്ങളൊക്കെ എളുപ്പമായി കിട്ടും കേട്ടോ. പക്ഷേ ഈ അടുപ്പൊന്ന് കത്തി കിട്ടാനാണ് പാട്. ഇപ്പോഴും അതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് നോക്കാറില്ല. എനിക്ക് പൊതുവേ അടുപ്പ് കത്തിക്കാൻ തന്നെ നല്ല പാടായതുകൊണ്ട് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. എന്താണെന്നറിയത്തില്ല, ഞങ്ങളുടെ ഈ ഷെഡിൽ ഒരുപാട് ആളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ജോലി ഒരിക്കലും ഇവിടുത്തെ തീരത്തില്ല. അതിനിപ്പോൾ എത്ര ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വന്നവർക്കൊക്കെ ജോലിയോട് ജോലിയായിരിക്കും. അതിപ്പോൾ എൻ്റെ ഉമ്മ ആയാലും നാത്തൂമാരായാലും ആർക്ക് വന്നാലും എല്ലാവർക്കും ജോലി കാണും. ഈ ഒരു കുഞ്ഞ് ഷെഡും കുറേ ജോലിയുമാണ് എപ്പോഴും. അങ്ങനെ നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കിയത്. കറി എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി ഉണ്ടാക്കുന്ന പോലെ പൊടികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബോധം പോയ പോലെയാണ് കേട്ടോ. ഞാൻ അകത്ത് റൂമിൽ കയറി കിടന്നത്. എനിക്കറിയത്തില്ല, ശരീരത്തിന് ഭയങ്കര കുഴച്ചിലും ക്ഷീണമൊക്കെ ആയിരുന്നു. ശരീരത്തിന് ക്ഷീണവും കുഴച്ചിലും വരാൻ വലിയ ഭാരപ്പെട്ട പണിയൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. കുറച്ച് നേരം നിന്നാൽ തന്നെ ഞാൻ ആകെ കുഴഞ്ഞു പോണ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു രക്തക്കുറവിൻ്റെതായിരിക്കാം. അങ്ങനെ ഞാൻ കുറേ നേരം പോയി കിടന്നിട്ട് കേട്ടോ കുളിക്കാനൊക്കെ എണീറ്റ് പോയത്. വിശന്നിട്ടും ഞാൻ അവിടെ മാറി കിടന്നു, കാരണം എനിക്ക് എണീറ്റിട്ട് എൻ്റെ തല പൊങ്ങുന്നില്ലായിരുന്നു. പിന്നെ എന്നെ ചുമ്മാ ചീത്ത പറഞ്ഞ് കുളിക്കാൻ വിട്ട്. ഒരു 4 മണിയായി ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും. പരിപ്പും സലാഡും അച്ചാറും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞാനും ഉമ്മയും കൂടെ അങ്ങനെ ഇരുന്ന് കഴിച്ച്. എൻ്റെ നാട്ടിലൊരു മസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ നെയ്ച്ചോറ് വെച്ചാൽ അതിൻ്റെ കൂടെ പരിപ്പ് കറി. ഇവിടങ്ങളിൽ അങ്ങനെ ഇല്ല, ഞാൻ കണ്ടിട്ടും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഞാൻ പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. ഷിനാജിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ കോമ്പിനേഷൻ. ആൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്ത് ഫുഡ് കൊടുത്താലും കഴിച്ചോളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പണിക്കാർക്കുള്ള ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് തിളക്കുന്നേ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴെന്തേ നല്ല തകൃതിയായിട്ട്
ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെക്കുറെ എൻ്റെ ക്ഷീണമൊക്കെ മാറിയായിരുന്നു കേട്ടോ. എന്തല്ലേ നമ്മുടെ ശരീരത്തിലെ ബുദ്ധിമുട്ട് ആരോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, നമുക്ക് വന്നാൽ നമ്മൾ തന്നെ അറിയണമെന്ന് പറഞ്ഞ പോലെ കുളിച്ചപ്പോൾ ഞാൻ ഏറെക്കുറെ ഓക്കെ ആയി. മഴ പെയ്യുമ്പം കുറേ പേരൊക്കെ കമൻസിലും അല്ലാണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ, സേഫ് അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആ ഒരു മഴ പെയ്യുമ്പോഴും. ഇപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. മഴ പെയ്യുമ്പം കാറ്റ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും പേടിക്കേണ്ടത്. ഇപ്പം അങ്ങനെ കാറ്റ് വീശാറില്ലല്ലോ, അതുകൊണ്ടൊരു ധൈര്യത്തിലിരിക്കുന്നു. ഇനി മുന്നോട്ട് എന്താകുമെന്ന് അറിയത്തില്ല. അങ്ങനെ പണിക്കാർക്ക് ചായയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളിതേ പണി നടക്കുന്ന വീടിൻ്റെ അങ്ങോട്ട് പോകുവാണ്. ജനലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, അവിടെ എന്തായി ഏതായെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നടക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മുന്നേയും കുത്തി വീഴും. കാരണം എല്ലായിടത്തും ഈ മഴ ആയതുകൊണ്ട് തന്നെ കിടക്കും. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് കേട്ടോ ഞാൻ നടക്കാറ്. ഉമ്മായി ഷിനാജു എൻ്റെ പുറകെ നടന്ന് പറയുന്നത്, നോക്കി നടക്കണേ എവിടെയും പോയി വീഴല്ലേന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പൊന്നു ഓടടാ ഓട്ടമാണ്. നമുക്കാണെങ്കിൽ വീഡിയോ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ജനലിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും എല്ലാ റൂമിലും ജനലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈൽസിലാന്ന് ഇങ്ങനെ ഒരു കറയായി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പം ഒരുപാട് പേരാണ് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി കേട്ടോ. പല പല സാധനങ്ങൾ യൂസ് ചെയ്താൽ ഈ ടൈലിൽ വന്നാൽ കറ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായി. ഇനി മൊത്തം പണി തീർന്നിട്ട് വേണം നമുക്ക് അതിലോട്ടൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. വീട് പണി എന്തായാലും എൻ്റെ ഡെലിവറിക്ക് മുമ്പ് ഹൗസ് വാമിങ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ നടത്താനായിരുന്നു ആഗ്രഹം. പക്ഷേ നമുക്ക് ഈ മാസം കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ നമ്മുടെ വീട് പണി ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എല്ലാ മാസവും കിട്ടുന്ന ആ എമൗണ്ട് കൊണ്ട് എന്ത് പണിയാണ് എടുക്കാൻ പറ്റുന്നത് അത് വേഗം തന്നെ എടുത്ത് തീർക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇനി കാണുമ്പോൾ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ, പക്ഷേ വലിയ വലിയ എമൗണ്ടുകളാണ് അതിന് വേണ്ടത്. എന്ന് വെച്ച് ഇത്രയും നാളും ചെയ്ത പണിക്ക് എമൗണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനിയൊക്കെ കൂടിയ പൈസ ഉള്ള പണികളാണ്. പ്ലംബിങ് പൈപ്പ് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുക, പിന്നെ വാതിൽ നമ്മൾ ശരിയാക്കിയിട്ടില്ല അത് വെക്കണം, പിന്നെ ഇൻറ്റീരിയർ വർക്ക്, പെയിൻറ്റിങ്, വർക്ക് ഏരിയ നമ്മൾ ഇറക്കിയിട്ടില്ല. അങ്ങനെ കുറച്ചധികം പണികൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. മാക്സിമം ഞങ്ങൾ തീർക്കാൻ ഞങ്ങളുടെ പരമാവധി നോക്കുന്നുണ്ട്. അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയൊക്കെ ബാക്കി പടച്ചവൻ്റെ കയ്യിലല്ലേ. നാളെ രാവിലത്തെ ബസ്സിന് എൻ്റെ ഉമ്മ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉമ്മ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആര് വന്നാലും ഉമ്മാൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ ഉണ്ണിയപ്പം. നാത്തും വന്നാലും ഉണ്ടാക്കി കൊടുക്കും, എൻ്റെ ഉമ്മ വന്നാലും ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ അവൻ എത്ര കിട്ടിയാലും ഇരുന്ന് അങ്ങനെ കഴിച്ചോളും. അപ്പോൾ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് നാളെ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുവാണ്. ഏതോ ഒരു ഷോർട്സിൽ ഞാൻ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചപ്പോൾ കുറേ പേര് റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഇതേപോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറില്ലാണ്ട് നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഞാൻ ഷിനാജൊന്നും ഇത് ഒരുപാട് കഴിക്കത്തില്ല, 1, 2, 3 അതിൽ കൂടുതൽ കഴിക്കാത്തത് കൊണ്ട് വെറുതെ ഉണ്ടാക്കിയ വേസ്റ്റ് ആകുമല്ലേന്ന് ഓർത്തിട്ട് ഉമ്മ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. എല്ലാ മാസവും നമ്മൾ വേണ്ട സാധനങ്ങൾ ഒരുമിച്ചിട്ടാണ് അങ്ങനെ വാങ്ങി വെക്കാറ്. ആദ്യം തന്നെ എല്ലാ മാസത്തിലും ഫസ്റ്റ് തന്നെ പോയി വാങ്ങി വെക്കും കേട്ടോ. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്നാണ് എല്ലാ മാസവും സ്ഥിരമായിട്ട് വാങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ ആ സമയത്തൊന്നും എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ പിന്നെ പോയി ശീലമായതുകൊണ്ട് ലിസ്റ്റൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് വേണ്ടതെന്ന് കറക്റ്റ് അറിയാം. ഷിനാജൻ്റെ ബാക്കിൽ ഇങ്ങനെ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കും, ഞാനിങ്ങനെ ഓരോരോ സാധനങ്ങൾ പറക്കി അതിലോട്ട് ഇടും. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഫുള്ള് പൊടികളൊക്കെ എല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഷിനാജ് ആണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ഹസ്ബൻഡാണ് കേട്ടോ. ആൾ ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ കൊക്കക്കോള, സ്പ്രിൻറ്റ്, അങ്ങനെ ഈ ബോട്ടിൽ വരുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് ഒരുപാടൊന്നും വാങ്ങിത്തരത്തില്ല കേട്ടോ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ആൾ. എന്നാൽ നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കും, പക്ഷേ ഇങ്ങനത്തെ ഒന്നും പുള്ളിക്ക് താല്പര്യമില്ല. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഒട്ടും വാങ്ങിച്ചു തരത്തില്ല. കാല് പിടിച്ച് കരഞ്ഞാൽ പോലും വാങ്ങിച്ചു തരത്തില്ല. ഈ സ്മൂത്തി ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും ഒട്ടും വാങ്ങിച്ചു തരത്തില്ല. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിർബന്ധിച്ച് ആളുടെ ഇഷ്ടത്തിനൊന്നും അല്ല എടുത്തത്. എന്നോട് അതൊന്നും കഴിക്കേണ്ട, അതൊന്നും നല്ലതല്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പ് വരുന്നുണ്ട്, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി. നാളെ ഫവാസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് മൈലാഞ്ചൊക്കെ ഞാൻ കയ്യിലിട്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ.